KGM-CT പ്രതിനിധി റോസ്നാര ബീഗം നമ്മളോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി റോസ്നാര ബീഗം, ഇപ്പോ ഈ സമരം കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് തീരുമാനം. അതിനെ നേരിടാനുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് സർക്കാരും കടക്കുകയാണ്. സമവായം ഉണ്ടാകില്ലേ? സമവായം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള യാതൊരു മൂവും ഉണ്ടാവുന്നില്ല. ഇത്രയും ദിവസങ്ങളായി രോഗികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി ഉണ്ടല്ലോ. ഈ ഇത്രയും ആളുകളെ ബാക്കിയായി നിൽക്കുകയാണ്. ഇതും നിങ്ങൾ തന്നെ ആയിരിക്കും പരിഹരിക്കേണ്ടി വരിക. ഇത് കൂടുതൽ വർക്ക് ലോഡ് ഉണ്ടാക്കില്ലേ? അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ഈ ഒരു ബലഹീനതയാണല്ലോ സർക്കാരും ജനങ്ങളും ചൂഷണം ചെയ്യുന്നതും. ഞങ്ങൾ അവർക്കുള്ള കെയർ എന്ത് വന്നാലും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളത് സർക്കാരിനും വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഇപ്പോഴും അത്യാഹിത വിഭാഗവും IP പേഷ്യൻസും ICUകളും എല്ലാം, എമർജൻസി സർജറികളും ലേബർ റൂമും ന്യൂനേറ്റൽ കെയറും എല്ലാം നടന്നു പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ചെയ്യും എന്നുള്ളതും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ സർക്കാർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അത് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നിൽ വെച്ചത്. അപ്പൊ അത് നടത്തിത്തരാം എന്ന് സർക്കാർ തന്ന ഉറപ്പ് വെറും വാക്കാണ് എന്നുള്ളതല്ല ഈ ഡയസ്നോൺ കാണിക്കുന്നത്. അങ്ങനെയാണ് അത് നടത്തി തരാനായിട്ടുള്ള ഒരു മൂവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡയസ്നോണിന്റെ ആവശ്യമില്ലല്ലോ. ഇതിപ്പോ ഇത്രയും ദിവസമാവുകയാണല്ലോ, ഇതിനിടയിൽ യാതൊരു ചർച്ചയും ഉണ്ടായില്ലേ? ഇല്ല, ഞങ്ങളെ ഔദ്യോഗികമായി യാതൊരു ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഡയസ്നോണിനപ്പുറത്ത്? ഇല്ല, സമരം നിർത്തിവെക്കണം എന്നുള്ളത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അല്ല, ഈ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണം എന്നുള്ളത് ആരോഗ്യ വകുപ്പിന്റെ തന്നെ ആവശ്യമാണ്. അത് ക്യാബിനറ്റിലടക്കം ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായെന്നൊക്കെ അന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ സംസ്ഥാന സർക്കാർ തന്നെ ഇതൊരു ആവശ്യമായി മുന്നോട്ട് വെക്കുന്നു, പക്ഷെ നടപ്പിലാക്കാത്ത പിന്നെ എന്തുകൊണ്ടാണ്? അതിന്റെ ഉത്തരം സർക്കാർ തന്നെയല്ലേ തരേണ്ടത്. നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ ഇത്രയധികം കുറവുകൾ നിലനിൽക്കുമ്പോൾ പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുകയും അവിടെയും ആവശ്യത്തിനുള്ള ആദ്യത്തെ വർഷത്തെ അധ്യയനം നടത്താൻ ആവശ്യത്തിനുള്ള പോസ്റ്റുകൾ പോലും സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഇവിടെയുള്ള ഡോക്ടർമാരെ ബാക്കിയുള്ള കോളേജുകളിലേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, വർഷങ്ങളായിട്ട് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പരിഹരിക്കാനായിട്ട് ഉള്ളൊരു ശ്രമം നടത്താതെ ഈ പ്രശ്നങ്ങൾ പുറത്തു പറയുകയും പ്രശ്നങ്ങൾ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നവരെ അടിച്ചമർത്തുക എന്നുള്ളൊരു നയം എന്ന് പറയുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. പൂർണ്ണ പരിഹാരമുണ്ടായാലേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ KGM-CTയെ. അതെ, ശരി, വളരെയധികം നന്ദി ശ്രീമതി റോസ്നാര ബീഗം ഞങ്ങളോട് സംസാരിച്ചതിന്. KGM-CTയുടെ പ്രതിനിധികളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പൂർണ്ണ പരിഹാരം ഉണ്ടായാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് നിലപാട്. സർക്കാർ എന്തുകൊണ്ടാണ് സമവായത്തിന് ശ്രമിക്കാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് KGM-CTയുടെ പ്രതികരണം.